വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. വർഷങ്ങളായി കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം കടന്നു വന്നിട്ട്. കരിസ്മാറ്റിക് നവീകരണം കടന്നു വരുന്നതിന് മുൻപും കേരളത്തിൽ കത്തോലിക്ക വിശ്വാസമുണ്ടായിരുന്നു, വിശുദ്ധരുണ്ടായിരുന്നു, അനേകം ദൈവജനത്തെ സ്വാധീനിക്കുന്ന അനേകം നല്ല മനുഷ്യരുണ്ടായിരുന്നു, ശുശ്രൂഷകരുണ്ടായിരുന്നു. എന്നാൽ കരിസ്മാറ്റിക് നവീകരണം ഒരു കാലഘട്ടം സഭയ്ക്കെതിരെ ഉയർത്തിയ വെല്ലുവിളിയെ, അഥവാ ശാസ്ത്രത്തിൻ്റെ പുരോഗമനവും വാർത്താമാധ്യമങ്ങളുടെ വളർച്ചയുമൊക്കെ ഒരു രണ്ടര ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഉയർത്തിയ വെല്ലുവിളിയെ, അതുവഴി ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്ന വിശ്വാസ ശോഷണത്തെ പ്രതിരോധിച്ച മുന്നേറ്റമാണ്. വർഷങ്ങളായി നവീകരണത്തിൽ വന്നിട്ടുള്ള അനേകർ, കരിസ്മാറ്റിക് ധ്യാനങ്ങൾ കൂടാത്ത ആരും തന്നെ ഇല്ലാത്ത രീതിയിൽ അനേകരുള്ള ഒരു നാടാണ് കേരളം. എന്നാൽ പണ്ടുകാലത്തുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ, ഈ അടുത്ത കാലത്തും നവീകരണത്തിൻ്റെ സ്പർശനം അനുഭവിക്കുന്ന, അതിലേക്ക് കടന്നു വരുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ പണ്ടുകാലത്ത് അതിൻ്റെ വലിയ നന്മകൾ അനുഭവിച്ചിരുന്ന പലരുടെയും ജീവിതത്തിൽ ഇന്ന് തീക്ഷ്ണത കാണുന്നതായി നമുക്ക് തോന്നുന്നില്ല. നമുക്കറിയാം, ഒരു ധ്യാനം കൂടി വളരെ പെട്ടെന്ന് ഇടവകയിൽ സജീവമായ നിരവധി പേർ പിന്നീട് പതുക്കെ പെട്ടിമടക്കി തിരിച്ചു പോകുന്ന ഒരു കാഴ്ച, അഥവാ ഇന്ന് അവർ സാധാരണ പള്ളിയിൽ പോകുന്നവർ മാത്രമായി അവശേഷിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 11-ാം വാക്യം ഇങ്ങനെയാണ്: തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് തീക്ഷ്ണത നഷ്ടപ്പെട്ടു പോകുന്നത്? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഒരുപക്ഷെ അവരുടെ ആദ്യകാലത്തുണ്ടായിരുന്ന ദൈവാനുഭവത്തിൽ നിന്ന്, പ്രാർത്ഥനാനുഭവത്തിൽ നിന്ന്, തീക്ഷ്ണതയിൽ നിന്ന് വിട്ടുപോയ ഒരു സാഹചര്യം ഇപ്പോൾ അനുഭവിക്കുന്നവരായിരിക്കാം. വചനം കേൾക്കുന്നുണ്ട്, ഒരുപക്ഷെ കർത്താവിലേക്ക് വരുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ വചനം കേൾക്കുന്നുണ്ട്, കാര്യങ്ങളുണ്ട്, പക്ഷേ കർത്താവിനോടുള്ള സ്നേഹത്തിൽ വലിയ മാന്ദ്യം, അതായത് വചനത്തിൽ പറയുന്നത് പോലെ നിനക്ക് പണ്ടുണ്ടായിരുന്ന സ്നേഹമില്ല എന്ന ഒരു പരാതി കർത്താവിന് തോന്നുന്ന രീതിയിൽ പലരും വീണു പോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സാധ്യതകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ശുശ്രൂഷകരാണ് വളരെയധികം ശുശ്രൂഷകർ. ഈ ഒരു കാലഘട്ടത്തിനുള്ളിൽ, ഒരു 30 വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഉയർന്നു വന്ന നിരവധി ശുശ്രൂഷകർ ഇപ്പോഴും ആ വന്നവരെല്ലാം തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ശുശ്രൂഷകരെ ധാരാളമായി മറ്റ് ദേശങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതിലും അധികമായി ഇപ്പോഴങ്ങനെ നമ്മൾ സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നിരക്കൊന്നുമല്ല, അതിനപ്പുറം ആളുകൾ ശുശ്രൂഷയിലും ഇടവകയിലും ഒക്കെ സജീവമാകുമായിരുന്നു. എന്നാൽ എന്തുപറ്റി വളരെയധികം ആളുകൾക്ക്, എന്തുപറ്റി ഈ തീക്ഷ്ണതയിൽ മാന്ദ്യം സംഭവിക്കുവാനുള്ള കാരണമെന്ത്? ഇതാണ് നമ്മൾ ഇന്ന് അന്വേഷിക്കുവാനായി പോകുന്നത്. പ്രിയമുള്ളവരെ, തീക്ഷ്ണതയ്ക്ക് മാന്ദ്യം സംഭവിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത്, പലരും എന്നോട് പങ്കുവച്ചിട്ടുള്ളത്, ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഇത്രയും കാലം ഇതൊക്കെ ചെയ്തിട്ടും എന്ത് പ്രയോജനമാണുള്ളത്? ഈ ധ്യാനങ്ങളൊക്കെ നടത്തിയിട്ടും എത്ര പേരാണ് വചനം കേട്ടിട്ടും ഇത്രയും വലിയൊരു മാറ്റമൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന ധാരാളം ആൾക്കാർ. അതുകൊണ്ട് ഞാൻ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ഇത് ഒരിക്കലും കരിസ്മാറ്റിക് നവീകരണത്തെക്കുറിച്ച് മാത്രമല്ല, എല്ലാ ആത്മീയ പ്രവർത്തനങ്ങളെക്കുറിച്ചും, ചിലപ്പോൾ മതബോധനത്തെക്കുറിച്ച് പോലും ഈ ചോദ്യം കേൾക്കുന്നത് ഞാൻ പതിവായി കേൾക്കുന്നൊരു കാര്യമാണ്. ഞങ്ങൾ ഇത്ര വർഷം മതബോധനം നൽകിയിട്ടും, ഇത്ര വർഷം ഈ അധ്യാപനമൊക്കെ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് വലിയ മാറ്റമൊന്നും സംഭവിക്കാത്തത്? പ്രിയമുള്ളവരെ, തീർച്ചയായിട്ടും നമ്മൾ നൽകുന്ന സേവനത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് അളക്കാനൊന്നുമല്ല ഞാനിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത്. അഥവാ നമ്മുടെ വീട്ടിൽ നമ്മൾ ഇത്രയും കാലം കുടുംബ പ്രാർത്ഥന നടത്തിയിട്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടായത്? ഇത്രയും കാലം ഞാൻ വ്യക്തിപരമായി പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പ്രയോജനമില്ല, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ അവസാനിപ്പിക്കുന്ന, ഞാൻ വ്യക്തിപരമായ പ്രാർത്ഥന നടത്തി ആരാധനയ്ക്ക് പോയി എനിക്കൊരു മാറ്റവും വരുന്നില്ല എന്ന് പറയുന്ന ധാരാളം ആളുകളെ കാണുന്നുണ്ട്. പക്ഷേ കർത്താവിൻ്റെ
വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് മനസ്സിലാക്കുവാൻ പണ്ട് ഉണ്ടായ ഒരു സംഭവം ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരിക്കലൊരു കത്തോലിക്ക ധ്യാന ശുശ്രൂഷകൻ ഒരു വലിയ കത്തോലിക്ക മാസികയിൽ ഇങ്ങനെ എഴുതി, ഒരു കത്ത് അയക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കത്തെഴുതി. അദ്ദേഹം എഴുതിയതാണ്: ഞാൻ 3000-ലധികം വലിയ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ വചനപ്രഘോഷകനാണ്, ശുശ്രൂഷകനാണ്. ഞാനിതൊക്കെ നിർത്തുകയാണ്. കാരണം ഈ 3000-ലധികം വലിയ ശുശ്രൂഷകൾ ഞാൻ നടത്തിയിട്ടും അതിനനുസരിച്ചൊരു മാറ്റം കാണുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എല്ലാ വചനപ്രഘോഷകരും അവരുടെ വചനപ്രഘോഷണം നിർത്തണം. കാര്യം നമ്മൾ കാണുന്ന ഒരു പ്രയോജനവും ഇതിനില്ല എന്ന് പറഞ്ഞ് കത്തയച്ചു. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ചാനൽ ചർച്ചകൾ പോലെയാണ്. അന്ന് കത്തുകളിലൂടെയാണ് മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഈ പത്രമാധ്യമങ്ങളിലൊക്കെ ആളുകൾ തമ്മിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കത്തയച്ചപ്പോൾ ഈ കത്തോലിക്ക പത്രമാധ്യമ പ്രവർത്തകന് വളരെ സന്തോഷം തോന്നി. ആ പത്രമാധ്യമം ഈ കത്ത് പ്രസിദ്ധീകരിച്ചിട്ട് മറ്റുള്ളവരുടെ ചർച്ച അവർ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ ആളുകൾ ചർച്ച ചെയ്യാനായി കത്തയക്കുന്നു, വാർത്താമാധ്യമത്തിൻ്റെ പ്രചാരം കൂടുന്നു, ആളുകൾ കൂടുതൽ വായിക്കുന്നു. ഇയാൾ എഴുതിയ കത്തിന് ഒരുപാട് മറുപടികൾ വന്നു. ഈ മറുപടികളെല്ലാം അവസാനിച്ചത് ഒരു കത്ത് വന്നപ്പോഴാണ്. അദ്ദേഹം ഇയാളോട് ചോദിച്ചു, ഈ കത്ത് എഴുതിയ ആൾ തൻ്റെ പരാതി പറഞ്ഞ സുവിശേഷകനോട് ചോദിക്കുകയാണ്: സുഹൃത്തെ, എൻ്റെ ഭാര്യയും ഞാനും വിവാഹം കഴിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഇന്ത്യയിൽ എൻ്റെ ഭാര്യ എനിക്ക് 32,000-ലധികം ആഹാരം പാചകം ചെയ്ത് തന്നിട്ടുണ്ട്. മീൽസ് എനിക്ക് തന്നിട്ടുണ്ട് 32,000-ലധികം. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ 32,000 മീൽസ് കഴിച്ചതിൻ്റെതൊന്നും എൻ്റെ ശരീരത്തിൽ കാണാനില്ല. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെ ആ ശുശ്രൂഷ നടത്തുകയോ അല്ലെങ്കിൽ ഭാര്യ തരുന്ന ഭക്ഷണം ഇനി ഞാൻ കഴിക്കണ്ട എന്ന് പറയുകയോ അതല്ലെങ്കിൽ ഭാര്യയോട് ഇനി നീ വീട്ടിൽ പാചകം ചെയ്യണ്ടെന്ന് പറയുകയോ എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് താങ്കൾ പറഞ്ഞു തന്നാൽ കൊള്ളാം. എനിക്ക് തോന്നുന്നത് ഈ 32,000 ഭക്ഷണവും അത് ഞാൻ കഴിച്ച ദിവസങ്ങളിൽ അതാത് സമയത്ത് എന്നെ നറിഷ് ചെയ്തിട്ടുണ്ട്, എന്നെ പോഷിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് പരിപോഷണം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ വചനപ്രഘോഷണം ഓരോ തവണയും താങ്കൾ വചനം പ്രഘോഷിക്കുമ്പോൾ അത് കേട്ടുകൊണ്ടിരുന്നവന് അന്നന്നത്തെ ആഹാരമായി അത് ഭവിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസമെന്ന് ഇയാൾ കത്തിൽ മറുപടി അയച്ചതോടുകൂടി പിന്നീട് ആരും ആ കത്തിന് ആ ചർച്ചയും മുന്നോട്ട് പോകാൻ തയ്യാറായില്ല. കാരണം അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറുപടി. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ, നമ്മൾ കാണുന്ന രീതിയിലല്ല നമുക്ക് പ്രയോജനമായി തീരുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ ആത്മീയ മണ്ഡലങ്ങളിൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നു, നമ്മളെല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കുന്നു, നമ്മൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുന്നു, എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്നു, എല്ലാ ദിവസവും ആരാധനയ്ക്ക് പോകുന്നു. എന്നാൽ നമ്മൾ പോകുന്നതിനും പ്രവർത്തിക്കുന്നതിനും അനുസരിച്ചുള്ള കൃത്യമായ ഒരു ഫലം നമ്മുടെ ജീവിതത്തിൽ കാണുന്നില്ല എന്ന വലിയ വിഷമത്തിലാണ് നമ്മളെങ്കിൽ തിരിച്ചറിയേണ്ടത് ഇതാണ്: നമുക്ക് കാണാൻ പറ്റാത്ത മേഖലയിൽ നമ്മളിത് ഓരോ തവണയും അർപ്പിക്കുകയും ചൊല്ലുകയും ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് മാറ്റം വരാൻ അനുവദിക്കുന്നുണ്ട്. മാറ്റം നമ്മുടെ ജീവിതത്തിൽ കൃത്യമായ ഒരു പോഷണം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 1 കൊറിന്തോസ് 15:58 കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയാം: അതിനാൽ എൻ്റെ വത്സല സഹോദരങ്ങളെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുവൻ. കർത്താവിൻ്റെ വചനമാണ് ഇത്. ആദിമ നൂറ്റാണ്ടിൽ തന്നെ, ആദിമസഭയുടെ കാലഘട്ടത്തിൽ തന്നെ ഈ ചിന്ത ഉള്ളവർ ധാരാളം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകണം. അതുകൊണ്ടാണ് കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുകയാണ്: അതിനാൽ എൻ്റെ വത്സല സഹോദരരെ, കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്തരും അചഞ്ചലരുമായിരിക്കുമെന്ന് കർത്താവ് ശക്തമായി നമ്മളോട് സംസാരിക്കുകയാണ്. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കുവാൻ. അതായത് നമ്മൾക്ക് കാണുന്ന കാര്യമല്ല കർത്താവിൻ്റെ വചനം നൽകുന്ന സ്ഥിരീകരണം. നമ്മൾക്ക് കാണാൻ പറ്റണമെന്നില്ല. കർത്താവ് പറയുന്നത് നിങ്ങൾ കാണണമെന്നില്ല, പക്ഷെ നിങ്ങൾ ബോധ്യപ്പെടേണ്ട ഒരു കാര്യം നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ ജോലിയിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും സ്ഥിരചിത്തരും അചഞ്ചലരും അതിൽ നിന്ന് മാറാത്തവരുമായിരിക്കണമെന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ ഇതെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുകയാണ് അതാണ്, നമ്മുടെ കണ്ണുനീര് കർത്താവ് കുപ്പിയിൽ ശേഖരിക്കുക. ഒന്നുപോലും കർത്താവ് കളയാതെ പോയിട്ടില്ല. നിരന്തരം പനക്കലച്ചൻ പറയുന്നൊരു വലിയ ഉദാഹരണമുണ്ട് ഇതിനെക്കുറിച്ച്. അതായത് നമ്മളുടെ
സ്നാപക യോഹന്നാൻ്റെ അപ്പനായ സഖറിയായുടെ ജീവിതത്തിൽ അദ്ദേഹം ചെറുപ്പകാലത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരു പക്ഷേ അനേക കാലം അദ്ദേഹം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയായിരുന്നിരിക്കണം അദ്ദേഹത്തിനൊരു സന്താനത്തെ വേണം. എന്നാൽ അദ്ദേഹം വൃദ്ധനായിരുന്ന സമയത്താണ് ഒരു മാലാഖ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ മാലാഖ അദ്ദേഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നത്, നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. ഏതു പ്രാർത്ഥന? അപ്പോൾ അദ്ദേഹം ഒരിക്കലും ആ സമയത്ത് കുട്ടികളുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് തനിക്ക് പ്രായം കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോൾ താൻ പണ്ട് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥന, അതിനെക്കുറിച്ച് ഇപ്പോൾ മാലാഖ സംസാരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥന കർത്താവ് കേട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രാർത്ഥന പോലും വെറുതെയല്ല എന്ന് നമ്മൾ ഓർക്കണം. ചില സന്ദർഭങ്ങളിൽ ചിലർക്ക് തോന്നുന്നത്, ഞാൻ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നില്ല. പ്രത്യേകിച്ച് ചില തഴക്കദോഷങ്ങളിൽ പെട്ടുപോകുന്നവർ, അല്ലെങ്കിൽ ചില വീട്ടിലെ ഒട്ടും സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ ചില പ്രതികരണങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ, പ്രക്ഷുബ്ധാവസ്ഥമായ കുടുംബാന്തരീക്ഷത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവർക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു വലിയ ചലഞ്ചാണ്, ഈ സാഹചര്യത്തിൽ ഈ പ്രക്ഷുബ്ധാവസ്ഥയിൽ ജീവിക്കുന്ന എനിക്ക്, പലപ്പോഴും വീണു പോകുന്ന എനിക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും? തീർച്ചയായും നമ്മൾ പാപത്തിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഫലം കുറവാകുന്നതായി നമുക്ക് അനുഭവപ്പെടുമെങ്കിലും ശരിക്കും യഥാർത്ഥത്തിൽ വിശുദ്ധരൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ഒരു കാര്യം ഇതാണ്. പാപാവസ്ഥയിലാണെങ്കിൽ നമ്മൾ കുറച്ച് പ്രാർത്ഥിക്കണോ കൂടുതൽ പ്രാർത്ഥിക്കണോ? പാപാവസ്ഥയിലായിരിക്കുമ്പോൾ എന്ത് പ്രാർത്ഥിക്കണം എന്നുള്ളതിൽ നമ്മൾ വിവേകം കാണിക്കണം. പാപാവസ്ഥയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കുകയും അതുപോലുള്ള മറ്റു കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യുന്നതിനേക്കാൾ പാപത്തിൽ നിന്ന് കരകയറാൻ സാധിക്കാത്തൊരു വ്യക്തിയുടെ ഏറ്റവും കൂടിയ പ്രാർത്ഥന, ഏറ്റവും കൂടുതൽ സമയം അയാൾ ചെലവഴിക്കേണ്ടത് അയാൾ വീണ് കിടക്കുന്ന അവസ്ഥയിൽ നിന്നും അയാളെ ദൈവം ഉയർത്താനാണ്. നമ്മളൊരു പാപാവസ്ഥയിലാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ സാധിക്കുന്നത് അതൊക്കെ വെക്കണം ദൈവസന്നിധിയിൽ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി നമ്മുടെ പ്രാർത്ഥനയുടെ മണിക്കൂറുകൾ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുന്നെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയുടെ നിയോഗം എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങൾ എന്നതിനേക്കാളും ഞാൻ വീണ് കിടക്കുന്ന പാപാവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുവാൻ പാപാവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമുക്ക് സാധിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ആ പ്രാർത്ഥനയെ വളരെയധികം വിലമതിക്കുകയും നമ്മളെ ആ പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് പാപാവസ്ഥയിലായിരിക്കുന്ന ഒരാൾ ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് വ്യത്യാസമുണ്ട്. വിശുദ്ധരുടെയൊക്കെ ഉപദേശങ്ങൾ നമ്മൾ കാണുന്നൊരു വലിയ കാര്യം, പാപത്തിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ സഹായം, ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സഹായം നിരന്തരം പ്രാർത്ഥനയിൽ യാചിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ ഒരാൾ മരിക്കുകയാണെങ്കിൽ ദൈവം അയാളോട് കാണിക്കുന്ന കരുണ, പാപാവസ്ഥയിലായിരിക്കുമ്പോൾ എനിക്കിനി രക്ഷപ്പെടാൻ കഴിയുകയില്ലെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ സഹായം തേടുകയോ ചെയ്യാതെ ഇവിടെ ദൈവത്തെ നിഷേധിച്ച് ജീവിച്ചു പോകുന്ന ഒരാളുടെ മരിച്ച് അയാൾ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അയാളുടെ അവസ്ഥയും ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ആദ്യത്തെ ആൾ പാപാവസ്ഥയിലായിരിക്കുമ്പോൾ നിരന്തരമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നയാൾക്ക് കൂടുതൽ ഫേവർ ലഭിക്കുമെന്നാണ് സഭയിൽ നമുക്ക് ലഭിക്കുന്ന ഉപദേശങ്ങൾ. അതുകൊണ്ട് നമ്മൾ പാപാവസ്ഥയിലാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ നിരാശരായി പോവുകയല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ യോഗ്യതയില്ലെന്ന് വിചാരിക്കുകയില്ല, പ്രാർത്ഥിക്കാൻ പോകണം, എല്ലാ കാര്യങ്ങൾക്കും പോകണം. പക്ഷെ പോകുമ്പോഴെല്ലാം ആദ്യം വെക്കേണ്ട നിയോഗം എൻ്റെ പാപാവസ്ഥ ദൈവമേ മാറ്റണമേ എന്നുള്ളതായിരിക്കണം. അപ്പോൾ പാപാവസ്ഥ ഒരിക്കലും നമുക്ക് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ തീക്ഷ്ണത പോകുന്നതിന് കാരണമാകരുത്. പകരം പാപാവസ്ഥ നമ്മുടെ തീക്ഷ്ണത വർദ്ധിക്കുന്നതിന് കാരണമായി തീരണമെന്നതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഒരു വലിയ പാഠം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ തീക്ഷ്ണതയിൽ മാന്ദ്യത സംഭവിക്കാതിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയ്ക്ക്, തീക്ഷ്ണതയ്ക്ക് മാന്ദ്യം സംഭവിക്കുന്നതിൻ്റെ മറ്റൊരു കാരണം, വളരെ വ്യക്തമായൊരു കാരണം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പലപ്പോഴും അതിൻ്റെ ഇൻറ്റൻഷൻ മോശമായിട്ട് വരുമ്പോഴാണ് നമ്മുടെ തീക്ഷ്ണതയ്ക്ക് മാന്ദ്യം സംഭവിക്കുന്നത്. വളരെ ചുരുക്കം ചില ആളുകളിൽ നമ്മൾ സംസാരിക്കുമ്പോഴും തുറന്നു പറയുമ്പോഴും മനസ്സിലായിട്ടുള്ളതും ആയിട്ടുള്ളൊരു കാര്യം, പ്രത്യേകിച്ച് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാനും മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തന മണ്ഡലത്തിൽ ഏർപ്പെടുന്നത് അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷിക്കുവാനായി ഇറങ്ങിത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ ഉപരി നമ്മുടെ മഹത്വമോ നമ്മുടെ സന്തോഷമോ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന അംഗീകാരമോ നമ്മൾ ഉദ്ദേശിക്കുന്ന മഹത്വമോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, പ്രത്യേകിച്ച് ആത്മീയതയിലെ ആദ്യ കാലഘട്ടങ്ങളിൽ എല്ലാവരും നേരിടുന്നൊരു വിഷയമാണ്. കാരണം ഈ ലോകത്തിലെ ആളുകൾ എന്തെങ്കിലും ചെയ്യുന്നത് പലപ്പോഴും മനുഷ്യരിൽ നിന്നുള്ള ഒരു പ്രീതി, സമൂഹത്തിലെ ഒരു നല്ല സ്ഥാനം, ഇങ്ങനെ തന്നെ ഉപദേശിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. നീ എന്തിന് നല്ലവനായിരിക്കണം എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ, സമൂഹത്തിൽ ആളുകൾ നിന്നെക്കുറിച്ച് നല്ലത് പറയണം, അതിനാണ് നീ നല്ലതായിരിക്കേണ്ടതെന്നാണ്. അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. അത്
മാനുഷികമായ ഒരു പഠനമാണ്. മനുഷ്യരുടെ മുമ്പിൽ നല്ലവനായി കാണിക്കാനല്ല നമ്മൾ ഈ ലോകത്തിൽ നല്ലവനായി ജീവിക്കേണ്ടത്. കാരണം കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്, വിശുദ്ധരെ കുറിച്ച് പോലും തിന്മയായ കാര്യങ്ങൾ ഈ ലോകത്തിൽ നിരൂപിക്കും, അല്ലെങ്കിൽ ആളുകൾ പറയുമെന്ന്. നിങ്ങളെക്കുറിച്ച് പലരും വ്യാജമായി പറയും എന്ന് വരെ കർത്താവിൻ്റെ വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യർ എന്ത് പറയും എന്നതിന് നോക്കി മനുഷ്യരെ കൊണ്ട് നല്ലത് പറയിപ്പിച്ചേക്കാമെന്ന് കരുതി നല്ലവരാകുവാൻ, മനുഷ്യർക്ക് നമ്മളുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാന്മാരായി ജീവിക്കുന്ന ഒറ്റ ലക്ഷ്യമേ ഉണ്ടാകാവൂ. മനുഷ്യരുടെ മഹത്വം, മനുഷ്യർ എന്നെക്കുറിച്ച് വിശുദ്ധനാണെന്ന് പറയണം, മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലതാണെന്ന് പറയണം, അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്ന ഉപദേശം തന്നെ തെറ്റാണ്. സത്യം പറഞ്ഞാൽ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ സാക്ഷിയായിരിക്കണം, പക്ഷെ മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി ഞാൻ ഒരിക്കലും പ്രവർത്തിക്കരുത്. മനുഷ്യരിൽ നിന്നുള്ള മഹത്വമായിരിക്കരുത് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യം. ഈശോ പറഞ്ഞത് എങ്ങനെയാണെന്ന് ഞാൻ വചനത്തിലൂടെ വായിച്ച് കേൾപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യം ഇങ്ങനെ പറയാം: പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയാണ്, നിങ്ങൾ പരസ്പരം മഹത്വം നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ അതിന് പ്രതിഫലം നിങ്ങൾ ദൈവത്തിൽ നിന്നാണ് നോക്കി ചെയ്യേണ്ടത്. കർത്താവ് അതുകൊണ്ടാണ് പല കാര്യങ്ങളും, സാധിക്കുന്ന മിക്ക കാര്യങ്ങളും രഹസ്യമായി ചെയ്യാൻ പറയുന്നത്. അപ്പോൾ രഹസ്യമായി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ മനുഷ്യരെ കാണിച്ച് ചെയ്യാൻ പറ്റും? കർത്താവ് രഹസ്യമായി ചെയ്യാൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് പരസ്യമായി ചെയ്യേണ്ടി വന്നു പോകും. പക്ഷേ അനേകം കാര്യങ്ങൾ, നമ്മുടെ ആത്മീയ മണ്ഡലത്തിലെ അനേകം കാര്യങ്ങൾ നമ്മൾ രഹസ്യമായി ചെയ്യേണ്ടതാണ്, മനുഷ്യരധികം അറിയാതെ ചെയ്യേണ്ടതാണ്. ഈ അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രതിഫലം കർത്താവാണ് തരുന്നത്. പലപ്പോഴും നമ്മളുടെ മോട്ടിവേഷൻ ആളുകളിൽ നിന്നുള്ള അംഗീകാരമാകുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കാൻ ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് ഇതാണ്: ആളുകളിൽ നിന്നുള്ള അംഗീകാരം നമുക്ക് പലപ്പോഴും ലഭിക്കില്ല. അങ്ങനെ ഒരു സംഘടനയിൽ പ്രവർത്തിച്ച് സംഘടനയിൽ വലിയ സംഭവമൊക്കെ ആകാം, കർത്താവിന് വേണ്ടി ഉയരാമെന്ന് തന്നെ ആയിരിക്കും വിചാരിക്കുക. പക്ഷേ ആളുകളുടെ മുൻപിൽ കർത്താവിൻ്റെ ശുശ്രൂഷകനായി തീരാമെന്ന് ആഗ്രഹിച്ച് ഒരാൾ ശുശ്രൂഷകൾ ചെയ്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായി ആളുകളിൽ നിന്ന് അദ്ദേഹത്തിന് റിജക്ഷൻ ഉണ്ടാകുമ്പോൾ, ഇവിടെ ആരും ആരെയും ഒന്നും ചെയ്യിക്കില്ല, ഇവിടെ ഒന്നും ചെയ്യാൻ നമുക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് നമ്മൾ ആത്മീയ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് വരുമ്പോൾ നമ്മൾ തിരിച്ചറിയുക നമ്മൾ അപകടത്തിലാണ്. ഇത് കർത്താവിനോടുള്ള സ്നേഹത്തെ പ്രതി നമുക്കുണ്ടായ വീഴ്ചയല്ല, ഇത് നമുക്ക് അംഗീകാരം കിട്ടുവാൻ ആഗ്രഹിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ, ആളുകൾ നമ്മളെ തടഞ്ഞപ്പോൾ നമുക്കുണ്ടായ ഒരു വിഷമത്തിൽ നിന്ന് നമ്മൾ വീണുപോയതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് വീണുപോകാനുള്ളൊരു വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. മറ്റത് നമ്മൾ ആദ്യം കണ്ടു, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രതിഫലം അല്ലെങ്കിൽ അതിന് ഒരു നല്ല പരിണാമം ഉണ്ടാകുന്നില്ല, ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല, അപ്പം ഞാൻ അതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ വിചാരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ചെയ്തിട്ട് അതിന് വേണ്ടതായ അംഗീകാരം കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ള അവസരം കിട്ടുന്നില്ല, ആളുകൾ എന്നെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് ഇനിമേൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ പുറകോട്ട് മാറും. ഈ ഘട്ടത്തിൽ മനുഷ്യരുടെ അംഗീകാരം ആഗ്രഹിച്ചിട്ട് കിട്ടാതെ വന്ന് പുറകോട്ട് പോകുന്നവരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അവർ ഭാവിയിൽ പിന്നീട് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോവുകയും കൂദാശകളിൽ നിന്ന് പുറകോട്ട് പോവുകയും സാധാരണയിൽ നിന്നും താഴെ പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ നമ്മൾ ഇപ്പോൾ അറിയേണ്ടത്, തിരിച്ചറിയേണ്ടത്, എൻ്റെ ശുശ്രൂഷ, എൻ്റെ പ്രാർത്ഥന, എൻ്റെ ആത്മീയത മറ്റുള്ളവരിൽ നിന്നുള്ള, മനുഷ്യരിൽ നിന്നുള്ള അംഗീകാരത്തിന് വേണ്ടി ഞാൻ ചെയ്യേണ്ടതാണ് എന്ന എൻ്റെ ഓറിയൻറ്റേഷൻ മാറണം. പകരം മനുഷ്യരെ നോക്കുകയോ ചെയ്യാതെ ദൈവത്തിൻ്റെ ഹിതമെന്ത് എന്ന ഒറ്റ അന്വേഷണം മാത്രം, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകും. അതാണ് കർത്താവ് പറഞ്ഞത്: പരസ്പരം മഹത്വം അന്വേഷിക്കുകയും ഉന്നതത്തിൽ നിന്നുള്ള, ഏകദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനാകും? അപ്പോൾ നമ്മുടെ വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പ്രവണതയാണ് മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി ആത്മീയത കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ അനേകർ വീണുപോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ രണ്ട് അവസ്ഥകളിൽ ഏതാണെങ്കിലും നമ്മൾ ഇന്ന് അനുതപിച്ച് തിരിച്ചു വരണം. കർത്താവിൻ്റെ വചനം പറയാണ്: തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. വെളിപാടിൻ്റെ പുസ്തകത്തിൽ കർത്താവ് വ്യക്തമായി നമുക്ക് നൽകുന്ന നിർദ്ദേശം ഇന്നു മുതൽ നീ തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ആളുകൾ ഈ തീക്ഷ്ണതയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള പ്രധാനപ്പെട്ട വിഷയം, എനിക്ക് സമയമില്ല എന്നുള്ളതാണ്. അതായത് ജീവിത വ്യഗ്രത എന്ന് പറയുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് ആളുകൾ എത്തും. കർത്താവ്, അതായത് എനിക്ക് അത് ചെയ്തിട്ട് സമയമില്ല, എനിക്കിത് ചെയ്തിട്ട് സമയമില്ല, ഇതൊക്കെ എൻ്റെ ഡ്യൂട്ടീസാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എങ്ങനെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപരിക്കും, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഇത്രയധികം പ്രാർത്ഥിക്കാൻ കഴിയും, എൻ്റെ ഈ റെസ്പോൺസിബിലിറ്റീസ് കഴിഞ്ഞിട്ട് കർത്താവിന് കൊടുക്കാൻ എനിക്ക് സമയമില്ല. അതിന് അനേകം കാര്യങ്ങൾ കർത്താവ് നമ്മളെ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതിനെ വിലക്കിക്കൊണ്ട് അങ്ങനത്തെ അഭിപ്രായങ്ങളെ. എന്നാൽ ഒരു കാര്യം മാത്രം ഞാൻ വായിക്കുകയാണ്, കർത്താവിൻ്റെ ഒരു ഉപമയാണ്.
കർത്താവ് ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 7 മുതലുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്, നിങ്ങളുടെ ഒരു ഭൃത്യൻ ഉഴുകുകയോ ആടുമേയ്ക്കുകയോ ചെയ്തിട്ട് വയലിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവനോട് നീ ഉടനെ വന്ന് ഭക്ഷണത്തിനിരിക്കുക എന്ന് നിങ്ങളിൽ ആരെങ്കിലും പറയുമോ? എനിക്ക് ഭക്ഷണം തയ്യാറാക്കുക, ഞാൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നത് വരെ അരമുറുക്കി എന്നെ പരിചരിക്കുക, അതിനുശേഷം നിനക്ക് തിന്നുകയും കൊടുക്കുകയും ചെയ്യാം എന്നല്ലേ നിങ്ങൾ പറയുക. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനത്തിൽ കർത്താവ് നമുക്കുണ്ടാകേണ്ടതായിട്ടുള്ള ഒരു മനോഭാവത്തെക്കുറിച്ച് പറയാൻ, നീ വളരെ ബിസി ആയിരിക്കും, നീ നിൻ്റെ ജോലി എല്ലാം ചെയ്തിട്ടുണ്ടാകും, എന്നിട്ട് നീ കർത്താവിനോട് പറയുകയാണ്, മാസ്റ്ററിനോട് പറയുകയാണ്, മാസ്റ്റർ ഐ എം വെരി ടയേർഡ്, ഇന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സമയമില്ല. എന്നാൽ കർത്താവ് നമുക്ക് ഒരു അവസരം തന്നിരിക്കുകയാണ്, കർത്താവിൻ്റെ ഒരു ശുശ്രൂഷ ചെയ്യുവാൻ, കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമുക്കൊരു അവസരം തന്നേക്കാം. പക്ഷെ നമ്മൾ കർത്താവിനോട് പറയുന്നത്, മാസ്റ്റർ ഐ എം വെരി സോറി, ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു, ഇനി എനിക്കൊന്ന് റിലാക്സ് ചെയ്യണം, അതിനുശേഷം വേണമെങ്കിൽ ചെയ്യാം. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത്. കർത്താവ് പറയുന്നത്, നിങ്ങൾക്കുണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. ഒരു സെർവൻറ്റ് അദ്ദേഹം ജോലിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ മാസ്റ്റർ വരിക, ഉടനെ മാസ്റ്റർ ഇങ്ങനെ പറയത്തില്ല, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ തീർത്ത് റെസ്റ്റൊക്കെ എടുത്തിട്ട് വന്നിട്ട് എൻ്റെ കാര്യം നോക്കിയാമെന്ന് പറയത്തില്ല. മാസ്റ്റർ പറയും, നീ വന്നിട്ട് ഇത് കൂടെ ചെയ്യാൻ പറയും. അങ്ങനെ ചെയ്യുന്ന ഒരു ഭൃത്യനെയാണ് മാസ്റ്റർ അംഗീകരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഭൃത്യൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരിക്കണം. അല്ലാതെ എനിക്ക് ഇനി സമയമില്ല, ഞാൻ എൻ്റെ ഇത്രയും കാര്യങ്ങൾ ചെയ്തു പോയത് കൊണ്ട് എനിക്കിനി സമയമില്ല എന്ന് പറയാൻ പാടില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞുള്ള കുറച്ച് എക്സ്ട്രാ സമയം കർത്താവിന് വേണ്ടി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. അതിന് യാതൊരു തരത്തിലുള്ള, അതിനുവേണ്ടി നമ്മുടെ ലൈഫിലെ ഏതെങ്കിലും കാര്യങ്ങൾ കട്ട് ഷോട്ട് ചെയ്യേണ്ടി വന്നാൽ പോലും ദൈവം ആഗ്രഹിക്കുന്നത്, കാരണം അപ്പോൾ ആ കട്ട് ഷോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാടില്ല. കാരണം ദൈവത്തിന് കൊടുക്കാനുള്ള സമയത്തെ കളഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനും അവനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും വചനം പഠിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി മുന്നേറുവാനുള്ള സമയം കളഞ്ഞിട്ട് മറ്റൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമല്ല. അപ്പം അതുകൊണ്ട് അതിലൂടെ ഉണ്ടാകുന്ന നേട്ടത്തെ ഉപേക്ഷിച്ചുകൊണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന നന്മകളെ ഉപേക്ഷിച്ചുകൊണ്ട്, അത്യാവശ്യം വേണ്ട ജീവിതത്തിലെ ധർമ്മങ്ങളും കൃത്യങ്ങളും എല്ലാം നിർവഹിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എടുത്തു മാറ്റുക എന്നുള്ളത് ദൈവത്തിന് നിർബന്ധമാണ് എന്ന് ഈ ഉപമയിലൂടെ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് നമ്മൾ വീണുപോയിരിക്കുന്നത് എവിടെ നിന്നാണ്, ഏത് കാരണത്താലാണെന്ന് തിരിച്ചറിയുക. ജോലി തിരക്കുകളാണെങ്കിൽ ആ ജോലി തിരക്കുകളിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കുക. ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രവൃത്തികളായിരിക്കാം, നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം, അതിൽ ഏതെങ്കിലും ഒന്ന് മാറ്റുക, ഉപേക്ഷിക്കുക. അതിനുശേഷം ആ സമയം ദൈവത്തിന് കൊടുക്കുക നിർബന്ധമായും നമ്മൾ തീരുമാനമെടുക്കണം. കാര്യം അത് അപഹരിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവിനുള്ള നമ്മുടെ സമയമാണ്, നമ്മുടെ ആത്മീയതയ്ക്കുള്ള സമയമാണ്. മനുഷ്യർ നിങ്ങളെ തഴയുന്നത് കൊണ്ട്, മനുഷ്യർ നിങ്ങളെ സ്നേഹിക്കാത്തത് കൊണ്ട്, അംഗീകരിക്കാത്തത് കൊണ്ട് നിങ്ങൾ ആത്മീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ തീരുമാനമെടുക്കുക. മനുഷ്യരെ നോക്കിയത് കൊണ്ടാണ് ഞാൻ വീണുപോയത്, അതുകൊണ്ട് ഇനിമേൽ ഞാൻ മനുഷ്യരെ നോക്കുകയില്ല. ദൈവം എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ ചെയ്യും. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോകും, ഞാൻ എൻ്റെ ശുശ്രൂഷകളിൽ വ്യാപരിക്കും, ഞാൻ എൻ്റെ വീട്ടിലെ പ്രാർത്ഥനകൾ നടത്തും. ആളുകൾ എന്നെ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വിഷയമല്ല, കാരണം ഞാൻ ആളുകളുടെ അംഗീകാരം നോക്കുന്നില്ല. അവസാനമായിട്ട് നമ്മൾ ഒന്നുകൂടെ അറിയണം, കർത്താവിൻ്റെ ഈ വചനത്തിൽ അതൊന്നുകൂടെ പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ അവസാനം പറയുകയാണ് കർത്താവ്, ഇതുപോലെ തന്നെ 10-ാം വാക്യത്തിൽ, നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്ന് പറയുവൻ. ഇന്ന് ഈ ലോകത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കാരണം നമ്മൾ ചെയ്ത നവീകരണത്തിൽ ചെയ്ത പല കാര്യങ്ങളുടെയും നന്മകൾ എടുത്തുയർത്താനും പറയാനും ഒക്കെ ഞങ്ങളൊക്കെ ഒരുപാട് പ്രയോജനം ചെയ്ത ദൈവദാസന്മാരാണെന്ന് പറയാൻ, നമ്മൾ ആരെങ്കിലും വീട്ടിൽ അതിഥികളായിട്ട് വരുമ്പോഴും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പുകഴ്ത്തി പറയും. ഞാൻ ഇടവകയിൽ അത് ചെയ്തു, ഇത് ചെയ്തു, എൻ്റെ സോണിൽ ഇത് ചെയ്തു, ഞങ്ങളൊക്കെയും ദൈവത്തിന് പ്രയോജനം ചെയ്ത ദാസന്മാരാണെന്ന് പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈശോ പറയുന്നത് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ പ്രയോജനം ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ നമുക്ക് വിഷമവും വരും, നമ്മൾ അവസാനിപ്പിക്കുകയും ചെയ്യും പരിപാടി. അപ്പോൾ അതുകൊണ്ട് പരിപാടികൾ അവസാനിപ്പിച്ചത് പ്രയോജനമില്ല എന്ന് വിചാരിച്ചത് കൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് വിജയം ഉണ്ടായാൽ പോലും നിങ്ങൾ പ്രയോജനമില്ലാത്തവരാണെന്നാണ് പറയേണ്ടത്. പിന്നെ എന്താണ് നിങ്ങൾ പ്രയോജനം അന്വേഷിക്കുന്നത്? അതുകൊണ്ട് പ്രയോജനം അന്വേഷിക്കുന്ന ഹൃദയം എടുത്തു മാറ്റാം. നമ്മുടെ സമയം കർത്താവിൻ്റെ സമയം അപഹരിച്ച നമ്മുടെ പ്രവർത്തനങ്ങളെ എടുത്തു മാറ്റാം. അങ്ങനെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം. മനുഷ്യരെ അവരുടെ മഹത്വത്തെ അന്വേഷിക്കുന്നത് നിർത്തി ഏകദൈവത്തിൽ നിന്നുള്ള മഹത്വം അന്വേഷിക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വീണ്ടും തീഷ്ണതയിൽ, അഭിഷേകത്തിൽ എല്ലാം തിരിച്ചു വരാൻ സാധിക്കും. ഊർജ്ജസ്വലത ലഭിക്കും. പ്രാർത്ഥനയിൽ തീഷ്ണതയുള്ളവരാകാം, കർത്താവിനെ ശുശ്രൂഷിക്കുന്നവരിൽ തീഷ്ണതയുള്ളവരാകാം. തെറ്റുപറ്റിയിടത്തു നിന്ന് എഴുന്നേൽക്കുക. എല്ലാ നന്മകളും ദൈവം തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങൾക്ക് വലിയ ഊർജ്ജം തരണമേ. ഞങ്ങൾ എവിടെയാണ് വീണുപോയതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിലൂടെ കർത്താവെ, മനുഷ്യരെ നോക്കാതെ
കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സമയം മോഷ്ടിക്കുന്ന പ്രവർത്തികൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥാനം കൊടുക്കാതെ, ദൈവമേ, പ്രയോജനമുണ്ടോ ഇല്ലോ എന്ന് നോക്കാതെ അങ്ങയുടെ ശുശ്രൂഷകരായി എന്നും വ്യാപരിക്കുവാനുള്ള തീക്ഷ്ണതയും ഉണർവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.